നമ്മളിൽ പലർക്കും ഇഷ്ടമുള്ള ഗോതമ്പ് പുട്ട് രാജസ്ഥാനിന്റെ തനത് ഭക്ഷണമാണെന്നറിയാമോ? നമ്മൾ വേവിച്ച് പഴവും പപ്പടവും ഒക്കെ കൂട്ടിക്കഴിക്കുന്ന ഈ ഒരു ഭക്ഷണം രാജസ്ഥാനിന്റെ ദാൽ ബട്ടി ചുർമയാണ്. വർഷങ്ങൾക്ക് മുൻപേ രാജസ്ഥാനിൽ വെള്ളം കുറവായതിനാൽ ഗോതമ്പും എണ്ണയും നെയ്യും ഒക്കെ ഉപയോഗിച്ച് ചുട്ടെടുക്കുന്ന ഒരു പോഷക സമൃദ്ധമായ ഭക്ഷണമാണ് ദാൽ ബട്ടി. ഇതിന്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് പുറത്ത് നല്ല കട്ടിയും അകത്ത് സോഫ്റ്റായ മാവുമാണ്. ദാൽ ബട്ടിയോട് ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് തോന്നിയില്ലെങ്കിലും 3-4 ഉരുളകൾ കഴിച്ചു കഴിയുമ്പോഴേക്കും നമ്മൾ പോലും അറിയാതെ ഈ ഭക്ഷണം നമ്മൾ ഇഷ്ടപ്പെടാൻ തുടങ്ങും. ഈ ചുട്ടെടുത്ത ഗോതമ്പുരുളകൾക്ക് കൂട്ടായി ദാൽ കറിയും സവോളയും മുളക് ചട്നിയുമാണ് തരിക. ഉരുളകൾ പൊടിച്ച് ദാലും ചട്നിയും സവോളയും ഒക്കെ ചേർത്ത് കുഴച്ച് കഴിക്കുകയാണ് വേണ്ടത്. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ചുർമയാണ്. അതായത് ഈ ഗോതമ്പ് ഉരുളയിൽ നെയ്യും ശർക്കരയും കൂടി ചേർത്ത് കുഴച്ച് ലഡുവിന്റെ രൂപത്തിലെടുക്കുന്ന ഒരു സ്വീറ്റ് ഡിഷാണ് ഈ ചുർമ എന്ന് പറയുന്നത്. ഇതിന് വലിയ കട്ടിയോ മധുരമോ ഒന്നുമില്ല, ഒരു നല്ല പ്ലസന്റ് ടേസ്റ്റ് ആണുള്ളത്. ദാൽ ബട്ടിയുടെയും ചുർമയുടെയും കൂടി ഞങ്ങൾ രാജസ്ഥാനി സംഭാരവും മലായ് കുൽഫിയും ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ ഉച്ചയ്ക്ക് മീൽസ് കഴിക്കുന്നത് പോലെയാണ് രാജസ്ഥാനിലെ ദാൽ ബട്ടി. ഇവിടുത്തെ ടൗണുകളിലും ഗ്രാമങ്ങളിലും ഒക്കെയുള്ള ലോക്കൽ ഹോട്ടൽസിലാണ് ശരിക്കുള്ള ട്രഡീഷണൽ ദാൽ ബട്ടി കിട്ടാൻ കുറച്ചുകൂടി എളുപ്പം. ഒരു പ്ലേറ്റ് ദാൽ ബട്ടി മാത്രം 60 രൂപയും ചുർമ ലഡു 40 രൂപയുമാണ്. സ്ഥലം മാറുന്നതിനനുസരിച്ച് റേറ്റിനും വ്യത്യാസം വരാം. അപ്പോൾ അടുത്ത രാജസ്ഥാനിൽ പോകാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ദാൽ ബട്ടി ചുർമ മിസ്സാക്കേണ്ട കേട്ടോ.